ഇതെന്താ തലയില്? തലയില് ഇതെന്താ? അതല്ല, നെറ്റിയിലെന്താ? അത് ഇത് മുതുക്കല്ലേ, ഓളതിന് മരുന്ന് തേച്ചിട്ടതാ. ആണോ? ഞാൻ മഞ്ഞള് തേച്ചതാ, ഞാൻ വിചാരിച്ചു ചന്ദനം തേച്ചതാ. ഞങ്ങക്ക് മാത്രം മതിയോ? എനിക്കും വേണ്ട ഇതൊക്കെ. ഈ മുറുക്കനൊക്കെ ഒന്ന് പോയി കെട്ടണ്ടേ? ഓ, മെന്നുവിന്റെ പണിയാണൊക്കെ തേക്കുന്നത്. ഓളെ ചേച്ചിയാണ് ഇപ്പൊ തേച്ച് തന്നത്. പോവുകയായിരിക്കും, ആർക്കറിയാം. കുരുവൊക്കെ പോയിക്കോളൂ. 2-3 ഉണ്ട്, കല്ലു മാതിരി. നോക്കട്ടെ നോക്കട്ടെ, എവിടെ മുതുക്കൻ? എവിടെ മുതുക്കൻ? എവിടെ? മുതുക്കൻ അതിന്റെ ഉള്ളിലുണ്ട്. ഓ, എന്തൊരു സൗന്ദര്യ സംരക്ഷണാണല്ലേ. സൗന്ദര്യം, അയ്യോ. നോക്കട്ടെ. എന്ത് അച്ഛമ്മ കൊറേ കാലായി പറയട്ടോ, അച്ഛമ്മയുടെ നെറ്റിയില് കുരുണ്ട്. അപ്പൊ മിന്നു സ്കിൻ കെയർ ചെയ്യും. ഇതെന്താണ്? പുണ്യാഹോ? എന്താ തളിക്കണേ? അതെന്താണ്? പുണ്യാകം എവിടുന്നാണ്? അച്ഛമ്മയുടെ നെറ്റിയില് മുഖക്കുരു പോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അച്ഛമ്മയുടെ സൗന്ദര്യത്തിന് കോട്ട സംഭവിച്ചു. ആരോടാ അത് പറയണോ? ഏയ്, ആരോടുമില്ല. ആരോടാണ് എന്താ പറയണ്ടല്ലോ? മോനോടല്ല, കൊറേ ആൾക്കാരുണ്ടല്ലോ അച്ഛമ്മക്ക് മക്കളായിട്ട്. അച്ഛമ്മ അമ്മ തെയ്യനെ കണ്ടോ? അപ്പു കണ്ടില്ലേ? അച്ഛമ്മക്ക് ഉമ്മ തരി. ഞങ്ങൾ അവിടെ എണീറ്റ് വരാണ് കേട്ടോ. നെറ്റ് ഇങ്ങനെ ഭസ്മ തൊടുമ്പോഴൊക്കെ കല്ലു മാതിരി ഉണ്ടായില്ലേ? ഇപ്പൊ ഉണ്ടായതാ. ഇപ്പോള് പറഞ്ഞതാ നിന്നോ. ഇത് കസ്തൂരി മഞ്ഞളാണ്. സൗന്ദര്യം പോട്ടെ, എത്ര വയസ്സാകുമ്പോ സുന്ദരിയാവുക. തെക്കോട്ട് പോവാനായി സുന്ദരിയായിട്ട്. സുന്ദരിപ്പോട്ടെ കെട്ടി പോവുകയാണ് ഇപ്പൊ. 94 വയസ്സായിട്ട് ഇനിയിപ്പോ സുന്ദരി എവിടേക്കാ? ഇങ്ങനെ സുന്ദരിയായി കഴിഞ്ഞാ രണ്ടാമത് കല്യാണം കഴിക്കേണ്ടി വരും കേട്ടോ. സുന്ദരിയായിട്ട് ഇനിയിപ്പോ രണ്ടാമത് പോയിട്ട് കല്യാണം കഴിക്കാം. എങ്ങോട്ട്? തെക്കോട്ട് പോയാല് അവിടെ ഉണ്ടാവും വയസ്സന്മാര്, അച്ഛന്മാരുണ്ടാവും. കുറച്ച് സൗന്ദര്യം കുറഞ്ഞാലും പൈരണ്ടായാ മതി. പുണ്യൊക്കെ കൊടയാൻ കൊണ്ടുപോകുന്നതാണ് ഞാൻ. എന്റെ കുത്തനെ പുണ്യുള്ള വേണോ? കുട്ടി തുട്ടായേ, കുട്ടി തുട്ടായേ. അടാ നീ കൊണ്ടുപോവാന്.